ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരുപാട് പേര് കമൻറ്റുകളിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ അറിവുകൾക്കൊക്കെ ആധാരമായ ബുക്സ് ഏതാണെന്ന്. അതിനുള്ള മറുപടിയായി ഞാൻ വായിക്കുന്ന ബുക്സിലെ ഭാഗങ്ങൾ ഇനി നേരിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതുന്നു. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ബുക്ക് വാങ്ങി നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ പഠിക്കാവുന്നതാണ്. ഇന്ന് നമ്മുടെ എല്ലാം ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നെവിൽ ഗോഡാർഡ് എന്ന വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ്റെ ഫീലിംഗ് ഈസ് ദി സീക്രട്ട് അഥവാ അനുഭവമാണ് രഹസ്യം എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഈ പുസ്തകം വായിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. കാരണം നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ കഴിയുമെന്ന് നെവിൽ ഗോഡാർഡ് വളരെ ലളിതമായി ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഞാനിവിടെ ഈ ബുക്ക് അതേപോലെ വായിക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് ഓൺലൈനായിട്ട് വാങ്ങി വായിക്കാം കേട്ടോ. നമ്മളിൽ പലരും ജീവിതത്തിൽ എന്തൊക്കെയോ നേടാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ. നല്ലൊരു ജോലി, സാമ്പത്തിക ഭദ്രത, സന്തോഷകരമായ കുടുംബജീവിതം, ആരോഗ്യം, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളെല്ലാം നമുക്കുണ്ട്. പക്ഷെ ആ സ്വപ്നങ്ങളിലേക്ക് എങ്ങനെ എത്താമെന്ന് പലപ്പോഴും നമുക്കറിയില്ല. അവിടെയാണ് ഈ പുസ്തകത്തിന്റെ പ്രസക്തി. ഇത് പറയുന്നത് നമ്മുടെ ഭാവനയ്ക്കും വികാരങ്ങൾക്കും എങ്ങനെയാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ രൂപപ്പെടുത്താൻ കഴിയും എന്നതാണ്. നമ്മൾ ബോധപൂർവമോ അബോധപൂർവമോ ആയി നമ്മുടെ ഉള്ളിലെ ലോകത്തിനനുസരിച്ച് പുറമേയുള്ള സാഹചര്യങ്ങളെ മാറ്റിയെടുക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ഒരു ലളിതമായ മാർഗം അദ്ദേഹം ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. 1944 പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന് കാലം എത്ര കഴിഞ്ഞിട്ടും അതിൻ്റെ പ്രസക്തി ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്നും ചിലപ്പോൾ ആശയക്കുഴപ്പങ്ങളാകാൻ കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്. ഈ പുസ്തകത്തിൽ നെവിൽ ഗോഡാർഡ് പറയുന്നത്, ഒരു കലയിൽ പൂർണ്ണത നേടണമെങ്കിൽ ആ കലയെക്കുറിച്ചുള്ള ഒരു നല്ല പുസ്തകം പലതവണ വായിച്ചു മനസ്സിലാക്കുക എന്നതാണ്. അല്ലാതെ പല പുസ്തകങ്ങളും ഒരുമിച്ച് വായിച്ച് തലയിൽ കുഴപ്പം പിടിപ്പിക്കേണ്ടതില്ല എന്ന്. അതുപോലെയാണ് ജീവിതത്തിലെ നമ്മുടെ ആഗ്രഹങ്ങളും. അവയെ യാഥാർത്ഥ്യമാക്കാൻ ഒരുപാട് വഴികൾ തേടി അലയുന്നതിനു പകരം ഈ ഒരു രഹസ്യം മനസ്സിലാക്കിയാൽ മതി എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഇതിൽ ഈ പുസ്തകം പ്രധാനമായും നിങ്ങളുടെ ആഗ്രഹങ്ങളെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്ന കലയെക്കുറിച്ചാണ്. ഈ ദൃശ്യമായ ലോകം എങ്ങനെ രൂപപ്പെടുന്നു എന്നതിൻ്റെ ഒരു മെക്കാനിസമാണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതൊരു ചെറിയ പുസ്തകമാണ്, പക്ഷെ ഇതിൻ്റെ ഉള്ളടക്കം കടലിനേക്കാൾ വിശാലമാണ്. ഒരു നിധി പോലെ നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള വ്യക്തമായ ഒരു പാതയാണ് ഇതിൽ നെവിൽ ഗോഡാർഡ് തുറന്നു കാണിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഒരാളെ ഒരു കാര്യം വിശ്വസിപ്പിക്കാൻ ഒരുപാട് തെളിവുകളും വാദങ്ങളും നിരത്താറുണ്ടല്ലേ. എന്നാൽ നെവിൽ ഗോഡാർഡ് പറയുന്നത്, അങ്ങനെയുള്ള വാദങ്ങളിലൂടെയും തെളിവുകളിലൂടെയും ഒരാൾക്ക് ബോധ്യം വരുത്താൻ സാധിച്ചിരുന്നെങ്കിൽ ഈ പുസ്തകം ഇപ്പോൾ കാണുന്നതിനേക്കാൾ എത്രയോ വലുതായി പോയേനെ എന്നാണ്. കാരണം ഒരാൾക്ക് വിശ്വസിക്കാൻ താല്പര്യമില്ലെങ്കിൽ എഴുതിയ ആൾ സത്യസന്ധനല്ല എന്നോ അല്ലെങ്കിൽ അയാൾക്ക് എന്തോ തെറ്റിദ്ധാരണ പറ്റിയതാണെന്നോ എളുപ്പത്തിൽ പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് താൻ എല്ലാ വാദങ്ങളും സാക്ഷ്യങ്ങളും മനഃപൂർവ്വം ഒഴിവാക്കിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. പകരം തുറന്ന മനസ്സുള്ള വായനക്കാരെ ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ബോധത്തിന്റെ നിയമം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അദ്ദേഹം വെല്ലുവിളിക്കുന്നു. കാരണം നിങ്ങളുടെ വ്യക്തിപരമായ വിജയം ഈ വിഷയത്തിൽ എഴുതപ്പെട്ട എല്ലാ പുസ്തകങ്ങളെക്കാളും ശക്തമായ തെളിവായിരിക്കും. അതായത് നിങ്ങൾ ഈ നിയമം ഉപയോഗിച്ച് വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളുടെയും തെളിവിന്റെ ആവശ്യമില്ല എന്ന്. ഇനി കാര്യത്തിലേക്ക് വരാം. ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിയമവും അതിൻ്റെ പ്രവർത്തനവും എന്ന അധ്യായമാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുമുള്ള ലോകവും അതിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്വന്തം കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്. അതായത് ബോധത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. ലളിതമായി പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ എന്താണോ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് അതാണ് പുറത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈ ലോകത്തിന്റെ അടിസ്ഥാനം നമ്മുടെ ബോധമാണ്. അതുകൊണ്ട്
ലോകം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ ബോധത്തിലേക്ക് തന്നെ തിരിയണം. ലോ ഓഫ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ഈ നിയമം എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്ന് പഠിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ നിയമത്തെക്കുറിച്ച് ഒരു സാധാരണ ധാരണയുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു നല്ല ലോകം കെട്ടിപ്പടുക്കാനും അത് നിലനിർത്താനും കഴിയും. ബോധം മാത്രമാണ് ഏക യാഥാർത്ഥ്യം. ഇത് വെറുതെ ഒരു ഉപമ പറയുന്നതല്ല, സത്യത്തിൽ അങ്ങനെയാണ്. നിങ്ങൾക്കിത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ബോധത്തെ ഒരു പുഴയായിട്ട് സങ്കല്പിക്കാം. ഈ പുഴയ്ക്ക് 2 പ്രധാന ഭാഗങ്ങളുണ്ട്. ബോധമനസ്സ്, കോൺഷ്യസ് മൈൻഡ് അഥവാ നമ്മുടെ ഉണർന്നിരിക്കുന്ന മനസ്സ്. പിന്നെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ നമ്മുടെ ആഴത്തിലുള്ള മനസ്സ്. ബോധത്തിന്റെ നിയമം ബുദ്ധിപൂർവം പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഈ 2 മനസ്സും തമ്മിലുള്ള ബന്ധം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ ഒന്നാമത്തേത് ബോധമനസ്സ്. ഇത് വ്യക്തിപരമാണ്, തിരഞ്ഞെടുപ്പുകൾ നടത്താൻ കഴിവുള്ളതാണ്. നമ്മൾ ഓരോ ദിവസവും ചിന്തിക്കുകയും തീരുമാനമെടുക്കുന്നതുമെല്ലാം ഈ മനസ്സിന്റെ ഭാഗമാണ്. ഇത് കാര്യകാരണങ്ങളെ തിരിച്ചറിയുന്നു, യുക്തിപരമായി ചിന്തിക്കുന്നു. അതായത് നമ്മളിപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന മൈൻഡാണിത്. നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്നതും എന്നെ കേൾക്കുന്നതും ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും തീരുമാനമെടുക്കുന്നതുമെല്ലാം ഈ കോൺഷ്യസ് മൈൻഡ് വഴിയാണ്. ഇത് പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചിന്തിക്കണം എന്ന് തീരുമാനിക്കുന്ന ഭാഗമാണിത്. ഇതൊരു സെലക്റ്റീവായ ഭാഗമാണ്. അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഇത് ശ്രദ്ധിക്കൂ. ഇനി രണ്ടാമത്തേത് ഉപബോധ മനസ്സ്. ഇത് വ്യക്തിപരമല്ലാത്തതാണ്. തിരഞ്ഞെടുപ്പുകൾ നടത്താൻ ഇതിന് കഴിയില്ല. അതായത് നമ്മൾ ബോധപൂർവം നൽകുന്ന എല്ലാ വിവരങ്ങളെയും അത് നല്ലതാണോ ചീത്തയാണോ എന്ന് വേർതിരിക്കാതെ ഇത് സ്വീകരിക്കും. ഒരു കമ്പ്യൂട്ടറിലെ പ്രോഗ്രാം പോലെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ച് ഇത് പ്രവർത്തിക്കും. അതായത് ഇത് നമ്മുടെ ഉള്ളിലെ കൂടുതൽ ആഴത്തിലുള്ള ഭാഗമാണ്. ഇതിന് സ്വന്തമായി ഐഡിയാസ് ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്താണോ ഇതിലേക്ക് കൊടുക്കുന്നത് അതെല്ലാം അത് യാഥാർത്ഥ്യമാക്കുന്നു. ഒരു വിത്തിനെ ഫലഭൂയിഷ്ടമായ മണ്ണിൽ പാകുന്നത് പോലെ കോൺഷ്യസ് മൈൻഡ് ഒരു ഐഡിയ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് കൊടുക്കുമ്പോൾ സബ് കോൺഷ്യസ് അതിനെ വളർത്തി വലുതാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കുന്നു. അതായത് നിങ്ങൾ നല്ലത് കൊടുത്താലും ചീത്ത കൊടുത്താലും അത് യാഥാർത്ഥ്യമാക്കാൻ ഇത് ശ്രമിക്കും. ബോധമനസ്സ് ഫലങ്ങളുടെ മേഖലയാണെങ്കിൽ ഉപബോധ മനസ്സ് കാരണങ്ങളുടെ മേഖലയാണ്. ഈ 2 വശങ്ങളെ ബോധത്തിന്റെ പുരുഷ സ്ത്രീ വിഭാഗങ്ങളായിട്ട് നെവിൽ ഗോഡാർഡ് വിശേഷിപ്പിക്കുന്നു. ബോധമനസ്സ് പുരുഷനും ഉപബോധ മനസ്സ് സ്ത്രീയുമാണ്. ബോധമനസ്സ് ആശയങ്ങൾ ഉണ്ടാക്കുകയും ഈ ആശയങ്ങളെ ഉപബോധ മനസ്സിൽ പതിപ്പിക്കുകയും ചെയ്യുന്നു. ഉപബോധ മനസ്സ് ഈ ആശയങ്ങൾ സ്വീകരിക്കുകയും അവയ്ക്ക് രൂപവും ഭാവവും നൽകി യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നു. ഈ നിയമം അനുസരിച്ച് ആദ്യം ഒരാശയം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തുക, എന്നിട്ട് ആ ആശയം ഉപബോധ മനസ്സിൽ പതിപ്പിക്കുക. ഈ പ്രക്രിയയിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ബോധത്തിൽ നിന്നും ഉരുത്തിരിയുന്നത്. ഈ ക്രമം കൂടാതെ ഒന്നും ഉണ്ടാകുന്നില്ല. ബോധമനസ്സ് ഉപബോധ മനസ്സിൽ കാര്യങ്ങൾ പതിപ്പിക്കുമ്പോൾ ഉപബോധ മനസ്സ് തന്നിൽ പതിപ്പിക്കപ്പെട്ടതെല്ലാം പുറത്ത് പ്രകടിപ്പിക്കുന്നു. ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക. ഉപബോധ മനസ്സ് സ്വന്തമായ ആശയങ്ങൾ ഉണ്ടാക്കുന്നില്ല. പക്ഷേ ബോധമനസ്സ് സത്യമെന്ന് കരുതുന്ന കാര്യങ്ങളെ അത് സത്യമായി സ്വീകരിക്കുകയും അതിന് മാത്രം അറിയുന്ന ഒരു രഹസ്യമായ രീതിയിൽ അംഗീകരിച്ച ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഉപബോധ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. നിങ്ങളുടെ ആശയങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്നതിലൂടെ. സൃഷ്ടിയുടെ യഥാർത്ഥ രഹസ്യം ഉപബോധ മനസ്സിന്റെ ആഴങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഇതിനെ അദ്ദേഹം സൃഷ്ടിയുടെ ഗർഭപാത്രം എന്ന് വിശേഷിപ്പിക്കുന്നു. ഉപബോധ മനസ്സ് യുക്തിക്ക് അതീതമാണ്. അത് കാര്യകാരണങ്ങളെ ആശ്രയിക്കുന്നില്ല. ഒരു വികാരത്തെ അത് തന്നിലുള്ള ഒരു യാഥാർത്ഥ്യമായിട്ട് കാണുന്നു. എന്നിട്ട് ആ വിശ്വാസത്തിൽ തന്നെ അത് പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നു. സൃഷ്ടിയുടെ പ്രക്രിയ തുടങ്ങുന്നത് ഒരാശയത്തിൽ നിന്നാണ്. ആ ആശയം ഒരു വികാരമായി മാറുകയും ഒടുവിൽ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള തീരുമാനത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നു. ഇനി ഫീലിങ്സിന്റെ മാന്ത്രിക ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ഒരു പ്രധാന പോയിന്റ്, ആശയങ്ങൾ അതായത് ഐഡിയാസ് ഉപബോധ മനസ്സിൽ പതിപ്പിക്കപ്പെടുന്നത് ഫീലിങ്സിലൂടെയാണ്. ഒരു ആശയവും നമുക്ക്
അനുഭവപ്പെടാതെ ഉപബോധ മനസ്സിൽ പതിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ ഒരിക്കൽ അത് അനുഭവപ്പെട്ടാൽ അത് നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, അത് പുറത്ത് പ്രകടമാക്കപ്പെടുക തന്നെ ചെയ്യും. വികാരങ്ങളാണ് ഉപബോധ മനസ്സിലേക്ക് ആശയങ്ങളെ എത്തിക്കുന്ന ഒരേ ഒരു മാർഗം, അതായത് ഫീലിങ്സ്. അതുകൊണ്ട് സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാത്ത ഒരാൾക്ക് താൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളെയും ഉപബോധ മനസ്സിൽ എളുപ്പത്തിൽ പതിപ്പിക്കാൻ സാധിക്കും. നമ്മൾ അറിയാതെ തന്നെ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുകയും അതിന് എനർജി നൽകുകയും ചെയ്യുമ്പോൾ അവ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ചുരുക്കം. വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നാൽ അവയെ അടക്കി വെക്കുക എന്നല്ല അർത്ഥമാക്കുന്നത്. മറിച്ച് നിങ്ങളുടെ സന്തോഷത്തിന് കാരണമാകുന്ന വികാരങ്ങളെ മാത്രം ഭാവന ചെയ്യാനും അവയെ മാത്രം മനസ്സിൽ സൂക്ഷിക്കാനും സ്വയം അച്ചടക്കം പാലിക്കുക എന്നതാണ്. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് ഒരു സന്തോഷകരവും സംതൃപ്തവുമായ ജീവിതത്തിന് വളരെ പ്രധാനമാണ്. ഒരിക്കലും ഒരു മോശം ഫീലിങ്സും മനസ്സിൽ വെച്ച് പുലർത്തരുത്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിനെക്കുറിച്ച് സഹാനുഭൂതിയോടെ ചിന്തിക്കരുത്. നിങ്ങളുടെയോ മറ്റുള്ളവരുടെയോ പോരായ്മകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. അങ്ങനെ ചെയ്യുന്നത് ഈ പരിമിതികളെ ഉപബോധ മനസ്സിൽ പതിപ്പിക്കാനേ ഉപകരിക്കൂ. നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്ന് എന്താണോ ലഭിക്കാൻ ആഗ്രഹിക്കാത്തത് അത് മറ്റൊരാളോടും സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുകയോ അനുഭവിക്കുകയോ ചെയ്യരുത്. ഇതാണ് ഒരു സന്തോഷകരമായ ജീവിതത്തിന്റെ മുഴുവൻ നിയമം. ബാക്കിയെല്ലാം ഇതിന്റെ വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. നമ്മുടെ ആചാര്യന്മാർ പറയുന്ന ധർമ്മം അതുപോലെയാണിത്. നമ്മൾ എന്താണോ മറ്റുള്ളവരിൽ നിന്നും ആഗ്രഹിക്കുന്നത് അത് മറ്റുള്ളവർക്ക് നൽകുക. ഓരോ ഫീലിങ്സും ഉപബോധ മനസ്സിൽ ഒരു റെസ്പോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് വിപരീത സ്വഭാവമുള്ള ശക്തമായ ഒരു ഫീലിങ്സ് കൊണ്ട് ഇതിനെ ഇല്ലാതാക്കുന്നില്ലെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. രണ്ട് വികാരങ്ങളിൽ ഏതാണോ ആധിപത്യം കൂടുതലുള്ളത് അത് മാനിഫെസ്റ്റ് ചെയ്യും. ഉദാഹരണത്തിന്, ഞാൻ ആരോഗ്യവാനാണ് എന്ന വികാരം ഞാൻ ആരോഗ്യവാനാകും എന്നതിനേക്കാൾ ശക്തമാണ്. ഞാൻ ആരോഗ്യവാനാകും എന്ന് തോന്നുന്നത് ഞാൻ ഇപ്പോൾ അല്ല എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ്. ഞാൻ ഉണ്ട് എന്നത് ഞാൻ ഇല്ല എന്നതിനേക്കാൾ എത്രയോ ശക്തമാണ്. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ അതാണ് എപ്പോഴും ആധിപത്യം പുലർത്തുന്നത്. അതുകൊണ്ട് ഒരാഗ്രഹം യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിപ്പോൾ ഉള്ള ഒരവസ്ഥയായിട്ട് അനുഭവിക്കണം, അല്ലാതെ ഇല്ലാത്ത ഒരവസ്ഥയായിട്ടല്ല. അനുഭവങ്ങളാണ് കാര്യങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നത്. എല്ലാ മാനിഫെസ്റ്റേഷന്റെയും അടിസ്ഥാനം ഈ അനുഭവങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ മാനസികാവസ്ഥയിലും വികാരങ്ങളിലും ശ്രദ്ധാലുവായിരിക്കുക. കാരണം നിങ്ങളുടെ വികാരങ്ങളും പുറമേ കാണുന്ന ലോകവും തമ്മിൽ ഒരു മുറിയാത്ത ബന്ധമുണ്ട്. നിങ്ങളുടെ ശരീരം ഒരു വൈകാരിക ഫിൽട്ടറാണ്. അത് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രധാന വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. അതായത് നിങ്ങളുടെ ശരീരം ഒരു ഇമോഷണൽ ഫിൽട്ടർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങൾ, പ്രത്യേകിച്ചും നിങ്ങൾ അടക്കി വെച്ച വികാരങ്ങൾ, എല്ലാ രോഗങ്ങൾക്കും കാരണമാകുമെന്ന് ശാസ്ത്രം പോലും ഇന്ന് പറയുന്നുണ്ട്. വൈകാരിക അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് നമ്മൾ ഉള്ളിൽ ഒതുക്കി വെക്കുന്ന വികാരങ്ങൾ, എല്ലാ രോഗങ്ങൾക്കും കാരണമാണ്. ഒരു തെറ്റിനെ കുറിച്ച് തീവ്രമായി ചിന്തിക്കുകയും എന്നാൽ ആ വികാരം പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് രോഗങ്ങളുടെ ആരംഭമാണ്. അതായത് ഒരു തെറ്റിനെ കുറിച്ച് നമ്മൾ തീവ്രമായി ഫീൽ ചെയ്യുകയും അത് പുറത്ത് പറയാതെ ഉള്ളിൽ ഒതുക്കി വെക്കുകയും ചെയ്യുമ്പോൾ അത് ശരീരത്തിലും ചുറ്റുപാടുകളിലും അസ്വസ്ഥത ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് മാനസിക ആരോഗ്യത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകണമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വികാരങ്ങളെ ആരോഗ്യപരമായി കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും സങ്കടം, പരാജയം, നിരാശ, സ്ട്രെസ് തുടങ്ങിയ ഫീലിങ്സിനെ നമ്മുടെ ഉള്ളിൽ നിർത്തരുത്. നിങ്ങൾ എന്ത് നേടാനാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു അവസ്ഥയെക്കുറിച്ച് മാത്രം ഫീലിങ്സോടെ പോസിറ്റീവായി ചിന്തിക്കുക. പശ്ചാത്താപത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ വികാരങ്ങൾ മനസ്സിൽ വെച്ച് പുലർത്തരുത്. കാരണം നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നുള്ള നിരാശയോ അതിൽ നിന്നുള്ള വേർപാടോ രോഗങ്ങൾക്ക് കാരണമാകും. നിങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന അവസ്ഥയെക്കുറിച്ച് മാത്രം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥയുടെ യാഥാർത്ഥ്യം അനുഭവിക്കുകയും ആ വിശ്വാസത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് എല്ലാ അത്ഭുതങ്ങളുടെയും വഴി. നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് യാദൃച്ഛികമോ ആകസ്മികമോ ആയ കാരണങ്ങളില്ല. നിങ്ങളുടെ ഭാഗ്യമോ നിർഭാഗ്യമോ ഒരു വിധി എഴുതിയതല്ല.
നിങ്ങളുടെ ഉപബോധ മനസ്സിലെ ചിന്തകളാണ് നിങ്ങളുടെ ലോകത്തിന്റെ അവസ്ഥകളെ നിർണ്ണയിക്കുന്നത്. ഉപബോധ മനസ്സ് തിരഞ്ഞെടുപ്പുകൾ ഇല്ലാത്തതാണ്. അത് വ്യക്തിപരമല്ലാത്തതും ആരെയും മാനിക്കാത്തതുമാണ്. നിങ്ങളുടെ വികാരങ്ങളുടെ സത്യമോ അസത്യമോ ഉപബോധ മനസ്സിന് ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾ സത്യമെന്ന് പറയുന്നതിനെ ഉപബോധ മനസ്സ് അംഗീകരിക്കുന്നു. ഉപബോധ മനസ്സിന്റെ ഈ സ്വഭാവം കാരണം മനുഷ്യന് അസാധ്യമായത് ഒന്നുമില്ല. മനുഷ്യന്റെ മനസ്സിന് എന്ത് ചിന്തിക്കാനും സത്യമെന്ന് അനുഭവിക്കാനും കഴിയുന്നുവോ അതിനെ ഉപബോധ മനസ്സിന് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങളുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന മാതൃകകൾ ഉണ്ടാക്കുന്നത്. ഉപബോധ മനസ്സിൽ പതിപ്പിക്കപ്പെട്ട കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ അത് ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ഒരു ചിന്ത അതിൽ പതിഞ്ഞ ഉടൻ അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്താൻ തുടങ്ങുന്നു. നിങ്ങളുടെ വികാരത്തെ അതൊരു യാഥാർത്ഥ്യമായി സ്വീകരിക്കുകയും ആ വികാരത്തിന്റെ അതേ രൂപം പുറം ലോകത്ത് ഉടനടി കൊണ്ടുവരികയും ചെയ്യുന്നു. ഉപബോധ മനസ്സ് മനുഷ്യന്റെ അംഗീകരിക്കപ്പെട്ട വിശ്വാസങ്ങളെ ഒരിക്കലും മാറ്റുന്നില്ല. അതവയെ ഓരോ വിശദാംശങ്ങളും സഹിതം പുറത്തു കൊണ്ടുവരുന്നു. അവ പ്രയോജനകരമാണോ അല്ലയോ എന്നത് പ്രശ്നമല്ല. ആവശ്യമുള്ള അവസ്ഥയെ ഉപബോധ മനസ്സിൽ പതിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഇതിനകം യാഥാർത്ഥ്യമായി എന്ന് നിങ്ങൾക്ക് തോന്നണം. നിങ്ങളുടെ ലക്ഷ്യം നിർവചിക്കുമ്പോൾ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. അതെങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ നിങ്ങൾ പരിഗണിക്കേണ്ടതേയില്ല. ഏതൊരവസ്ഥയെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കുന്നത് അതിനെ ഉപബോധ മനസ്സിൽ പതിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുകളിലോ തടസ്സങ്ങളിലോ കാലതാമസം വരുത്തുന്നതിലോ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഉപബോധ മനസ്സിന് തിരഞ്ഞെടുക്കാൻ അറിയാത്തത് കാരണം ഈ ബുദ്ധിമുട്ടുകളെയും തടസ്സങ്ങളെയും നിങ്ങളുടെ ആവശ്യമായി സ്വീകരിക്കുകയും നിങ്ങളുടെ പുറം ലോകത്ത് അവയെ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കണമെന്ന് പറയുന്നത്. ഉപബോധ മനസ്സ് സൃഷ്ടിയുടെ ഗർഭപാത്രമാണ്. മനുഷ്യന്റെ വികാരങ്ങളിലൂടെ അത് ആശയങ്ങളെ സ്വീകരിക്കുന്നു. ലഭിച്ച ആശയത്തെ അതൊരിക്കലും മാറ്റുന്നില്ല, മറിച്ച് അതിനെല്ലായ്പ്പോഴും രൂപം നൽകുന്നു. അതുകൊണ്ട് ഉപബോധ മനസ്സിൽ ലഭിച്ച വികാരത്തിന്റെ രൂപത്തിലും ഭാവത്തിലും ആശയത്തെ പുറത്തു കൊണ്ടുവരുന്നു. നിങ്ങളുടെ അവസ്ഥ നിരാശയാണെങ്കിൽ പരാജയമെന്ന ആശയം ഉപബോധ മനസ്സിൽ പതിപ്പിക്കുന്നതിന് തുല്യമാണ്. ഇനി ഒരു സത്യം പറയാം. ലോകത്തിലെ സംഭവങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങളെ കാരണമായി പറയാൻ എളുപ്പമാണ്. പക്ഷേ ലോകത്തിന്റെ അവസ്ഥകൾ നിങ്ങളുടെ വികാരങ്ങളെയാണ് പ്രതിഫലിക്കുന്നത് എന്ന് സമ്മതിക്കാൻ പലർക്കും പ്രയാസമാണ്. എന്നാൽ അകത്തുള്ളതുപോലെ പുറത്ത് എന്നത് എന്നേക്കും സത്യമാണ്. ഇത് നമ്മുടെ പഴമക്കാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അകം പോലെ പുറം. നിങ്ങളൊരു വ്യക്തിയെക്കുറിച്ചോ സാഹചര്യത്തെക്കുറിച്ചോ ഉള്ളിൽ എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെയാണ് നിങ്ങൾ അവരെ പുറത്ത് കാണുന്നത്. ഒരു മനുഷ്യന് പുറത്തു നിന്നും ഒന്നും ലഭിക്കില്ല. അത് ഉള്ളിൽ നിന്ന് ലഭിച്ചില്ലെങ്കിൽ. നമ്മുടെ ഉള്ളിലാണ് സ്വർഗരാജ്യം. പുറമേ നിന്ന് ഒന്നും വരുന്നില്ല, എല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു, ഉപബോധ മനസ്സിൽ നിന്നും. നിങ്ങളുടെ ബോധത്തിലുള്ള ഉള്ളടക്കമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നിങ്ങളുടെ ലോകം ഓരോ വിശദാംശങ്ങളിലും നിങ്ങളുടെ ബോധത്തിന്റെ പ്രതിഫലനമാണ്. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലെ ചിന്തകളെ വെളിപ്പെടുത്തുന്നു. ചിന്തകളിൽ മാറ്റം വരുത്തുമ്പോൾ പുറമേ കാണുന്നതിലും മാറ്റം വരുന്നു. നിങ്ങൾ സത്യമെന്ന് കരുതുന്നതിനെ ഉപബോധ മനസ്സ് സത്യമായി സ്വീകരിക്കുന്നു. സൃഷ്ടി ഉപബോധ മനസ്സിലെ ചിന്തകളുടെ ഫലമായതുകൊണ്ട് നിങ്ങളുടെ വികാരങ്ങളിലൂടെ നിങ്ങൾ സൃഷ്ടിയെ നിർണ്ണയിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെയാണ്. ഇത് വിശ്വസിക്കാൻ നിങ്ങൾ വിസമ്മതിക്കുന്നതാണ് അത് കാണാത്തതിന്റെ ഏക കാരണം. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നാത്ത ഒന്നിനു വേണ്ടി പുറത്തന്വേഷിക്കുന്നത് വെറുതെയാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നിനെയും നമ്മൾ കണ്ടെത്തുകയില്ല. നമ്മൾ എന്താണോ അതുമാത്രമേ കണ്ടെത്തുകയുള്ളൂ. ചുരുക്കത്തിൽ നിങ്ങൾ എന്തായിരിക്കുന്നുവോ അല്ലെങ്കിൽ എന്ത് സ്വന്തമാക്കുന്നുവോ അതുമാത്രമാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതും സ്വന്തമാക്കുകയും ചെയ്യുന്നത്. ഉള്ളവന് കൊടുക്കപ്പെടും എന്ന് ബൈബിളിൽ പറയുന്നതും ഇത് തന്നെയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള വഴി ഇന്ദ്രിയങ്ങളുടെ തെളിവുകളെ നിഷേധിക്കുകയും ആഗ്രഹം നിറവേറ്റിയെന്ന വികാരം സ്വീകരിക്കുകയുമാണ്. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ നേട്ടമാണ്. എന്നാൽ പൂർണ്ണമായ ആത്മനിയന്ത്രണം നേടുന്നതുവരെ, അതായത് സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെല്ലാം അനുഭവിക്കാൻ കഴിയുന്നതുവരെ നിങ്ങളുടെ ആഗ്രഹിച്ച അവസ്ഥകൾ യാഥാർത്ഥ്യമാക്കാൻ ഉറക്കവും പ്രാർത്ഥനയും ഉപയോഗിക്കുക.
ഇവ രണ്ടും ഉപബോധ മനസ്സിലേക്കുള്ള 2 പ്രധാന കവാടങ്ങളാണ്. ഇനി ഉറക്കത്തിനെ കുറിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാം. നമ്മുടെ ജീവിതത്തിന്റെ ഏകദേശം 1/3 ഭാഗവും നമ്മൾ ഉറങ്ങാനായി ചെലവഴിക്കുന്നു. ഈ ഉറക്കം തന്നെയാണ് നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് തുറക്കുന്ന സ്വാഭാവിക വാതിൽ. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നമ്മൾ എന്ത് കോൺഷ്യസ്നെസ്സിലാണോ ഇരിക്കുന്നത്, അതായത് എന്ത് ചിന്തകളോടും വികാരങ്ങളോടും കൂടിയാണോ നമ്മൾ ഉറങ്ങാൻ പോകുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ പിന്നീട് പ്രകടമാകുന്നത്. നിങ്ങളൊരാഗ്രഹം സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആ ആഗ്രഹം സാധിച്ചതായി സങ്കല്പിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു പുതിയ വീട് വേണമെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നതായി ഇപ്പോൾ തന്നെ ഫീൽ ചെയ്യുക. ആ ഫീലിങ്സിൽ ഉറങ്ങാൻ പോവുക. നിങ്ങളുടെ മൈൻഡ് പൂർണ്ണമായും റിലാക്സ് ചെയ്യുക. നമ്മുടെ സബ് കോൺഷ്യസ് ഒരിക്കലും ഉറങ്ങാറില്ല. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഈ സബ് കോൺഷ്യസ് മൈൻഡുമായി ക്രിയേറ്റീവായിട്ട് ചേരുന്നു. ഈ സമയം നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളും സാഹചര്യങ്ങളും നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് നമ്മുടെ സബ് കോൺഷ്യസിൽ പതിഞ്ഞതിന്റെ പ്രതിഫലനമാണ്. അതുകൊണ്ട് ഒരിക്കലും നിരാശയോടെയോ പരാജയ ബോധത്തോടെയോ ഉറങ്ങരുത്. നിങ്ങൾ വിജയവും സന്തോഷവും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഫീലിങ്സിൽ ഉറങ്ങുക. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തും യാഥാർത്ഥ്യമാക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ജീവിതത്തിൽ വേണ്ടത് അത് നിങ്ങൾക്ക് ലഭിച്ചതായി ഫീൽ ചെയ്തുകൊണ്ട് ഉറങ്ങാൻ ശ്രമിക്കുക. അതാണ് നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു വഴി. ഇനി അടുത്തതായി പ്രാർത്ഥന. ഉറക്കത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇനി ഉപബോധ മനസ്സിലേക്ക് പ്രവേശിക്കാനുള്ള മറ്റൊരു പ്രധാന കവാടമായ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നെവിൽ ഗോഡാർഡ് പറയുന്നത് പ്രാർത്ഥന ഉറക്കത്തിന് സമാനമായ ഒരു അവസ്ഥയാണെന്നാണ്. പ്രാർത്ഥനയും ഉറക്കത്തെ പോലെ സബ് കോൺഷ്യസിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ്. പക്ഷേ ഇവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പള്ളിയിലോ അമ്പലത്തിലോ പോയി ചെയ്യുന്ന പ്രാർത്ഥന മാത്രമല്ല. ഇത് കൂടുതൽ നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിയുന്ന ഒരു മെഡിറ്റേഷൻ പോലെയാണ്. പ്രാർത്ഥന എന്നത് ഉറക്കത്തിന് സമാനമായ ഒരു മായാജാലമാണ്. അത് പുറം ലോകത്തിന്റെ സ്വാധീനത്തെ കുറയ്ക്കുകയും മനസ്സിനെ ഉള്ളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ കൂടുതൽ സജ്ജമാക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ മനസ്സ് വിശ്രമിക്കുകയും സ്വീകാര്യതയോടെ ഇരിക്കുകയും ചെയ്യുന്നു. ഇത് ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള അവസ്ഥയ്ക്ക് സമാനമാണ്. പ്രാർത്ഥന എന്നാൽ നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് എന്നതിനേക്കാൾ പ്രധാനം അത് സ്വീകരിക്കാൻ നിങ്ങൾ എങ്ങനെ തയ്യാറെടുക്കുന്നു എന്നതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് കാര്യങ്ങൾ ചോദിക്കുന്നുവോ അവ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുക. അപ്പോൾ അവ നിങ്ങൾക്ക് ലഭിക്കും. ഇത് പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇതിനകം യാഥാർത്ഥ്യമായി എന്ന് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ ലക്ഷ്യം ഇതിനകം ലഭിച്ചുവെങ്കിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ആ ഒരു ഫീലിങ്സ് ഇല്ലേ, അത് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ആഗ്രഹത്തെ ഒരു യാഥാർത്ഥ്യമായി നിങ്ങൾ അംഗീകരിക്കുന്ന നിമിഷം അത് യാഥാർത്ഥ്യമാക്കാനുള്ള വഴികൾ ഉപബോധ മനസ്സ് കണ്ടെത്തുന്നു. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇതിനോടകം ലഭിച്ചു എന്ന് വിശ്വസിക്കുക. ആ ആഗ്രഹം യാഥാർത്ഥ്യമായതായി ഇപ്പോൾ തന്നെ ഫീൽ ചെയ്യുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണമെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് ലഭിച്ചതായി ഇപ്പോൾ തന്നെ ഫീൽ ചെയ്യുക. ആ സന്തോഷം, ആ ഒരു എക്സൈറ്റ്മെന്റ് അത് അനുഭവിക്കുക. ഈ ഫീലിങ്സ് നിങ്ങളുടെ സബ് കോൺഷ്യസിൽ പതിയുമ്പോൾ അത് അതിനെ യാഥാർത്ഥ്യമാക്കാനുള്ള വഴികൾ കണ്ടെത്താൻ തുടങ്ങും. അപ്പോൾ വിജയകരമായി പ്രാർത്ഥിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിന് വഴങ്ങണം. അതായത് ആഗ്രഹം സഫലമായെന്ന് നിങ്ങൾക്ക് തോന്നണം. തികഞ്ഞ അച്ചടക്കമുള്ള ഒരു വ്യക്തി എപ്പോഴും ആഗ്രഹത്തെ ഒരു യാഥാർത്ഥ്യമായി കാണുന്നു. ബോധമാണ് ഏക യാഥാർത്ഥ്യമെന്ന് അദ്ദേഹത്തിനറിയാം. ആശയങ്ങളും വികാരങ്ങളും ബോധത്തിന്റെ യാഥാർത്ഥ്യങ്ങളെന്നും അവ ഭൗതിക വസ്തുക്കളെ പോലെ യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹത്തിനറിയാം. അതുകൊണ്ട് തന്റെ സന്തോഷത്തിന് കാരണമാകാത്ത ഒരു വികാരവും അദ്ദേഹം മനസ്സിൽ വെച്ചു പുലർത്താറില്ല. കാരണം വികാരങ്ങളാണ് തൻ്റെ ജീവിതത്തിലെ പ്രവൃത്തികൾക്കും സാഹചര്യങ്ങൾക്കും കാരണം. എന്നാൽ മറുവശത്ത് അച്ചടക്കമില്ലാത്ത ഒരു വ്യക്തിക്ക് ഇന്ദ്രിയങ്ങൾ നിഷേധിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ പ്രയാസമാണ്. അദ്ദേഹം സാധാരണയായി ഇന്ദ്രിയങ്ങളുടെ തെളിവുകളെ മാത്രം ആശ്രയിച്ച് കാര്യങ്ങളെ അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നു. ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്ന ഈ ഒരു പ്രവണത കാരണം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുൻപ്
അതായത് ഇന്ദ്രിയങ്ങൾ നിഷേധിക്കുന്ന കാര്യങ്ങൾ അനുഭവിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് അവയെ മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ഈ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സെൻസുകളെ, അതായത് ഇന്ദ്രിയങ്ങളെ, അതായത് കാഴ്ച, കേൾവി, സ്പർശം തുടങ്ങിയവയെല്ലാം അടച്ചു വെച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം ഫീൽ ചെയ്യുക. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കണം. അനാവശ്യ ചിന്തകളെ ഒഴിവാക്കി നിങ്ങൾക്ക് വേണ്ടതിനെക്കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യുക. അതായത് നിങ്ങൾ എനിക്കിത് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എനിക്കിതിന് കഴിയില്ല എന്ന മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം ശ്രമിക്കുന്നുവോ അത്രത്തോളം ആഗ്രഹത്തിന് വഴങ്ങാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നിനെയും നിങ്ങൾ ആകർഷിക്കുന്നില്ല. നിങ്ങൾ എന്താണോ അത് മാത്രമാണ് നിങ്ങൾ എപ്പോഴും ആകർഷിക്കുന്നത്. പ്രാർത്ഥന എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളാണെന്നും അവ നിങ്ങൾക്ക് ലഭിച്ചു എന്നും അനുഭവിക്കുന്ന കലയാണ്. ഇന്ദ്രിയങ്ങൾ നിങ്ങളുടെ ആഗ്രഹം ഇല്ലാത്തതായി സ്ഥിരീകരിക്കുമ്പോൾ ഈ ചിന്തയെ പ്രതിരോധിക്കാനുള്ള എല്ലാ ബോധപൂർവമായ ശ്രമവും പാഴാണ്. അത് ആ ചിന്തയെ കൂടുതൽ തീവ്രമാക്കാൻ സഹായിക്കും. പ്രാർത്ഥന എന്നാൽ ആഗ്രഹത്തിന് വഴങ്ങുന്ന കലയാണ്, അല്ലാതെ ആഗ്രഹത്തെ നിർബന്ധിക്കുന്നതല്ല. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ ആഗ്രഹവുമായി പൊരുത്തപ്പെടാത്തപ്പോൾ വികാരമാണ് വിജയിക്കുക. ആധിപത്യം പുലർത്തുന്ന വികാരം എപ്പോഴും സ്വയം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇനി നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളുമാണ് നിങ്ങളുടെ ശക്തി എന്ന് അദ്ദേഹം പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് വെറും ഭാഗ്യമോ നിർഭാഗ്യമോ കാരണമല്ല, നിങ്ങളുടെ സബ് കോൺഷ്യസ് ഇംപ്രഷൻസ് ആണ് നിങ്ങളുടെ ലോകത്തിലെ സാഹചര്യങ്ങളെ നിർണ്ണയിക്കുന്നത്. നിങ്ങളുടെ സബ് കോൺഷ്യസിന് ശരിയും തെറ്റും അറിയില്ല. നിങ്ങൾ എന്ത് സത്യമാണെന്ന് ഫീൽ ചെയ്യുന്നുവോ അത് സത്യമായി സ്വീകരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഫീലിങ്സ് ആണ് നിങ്ങളുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന പാറ്റേൺ ഉണ്ടാക്കുന്നത്. ഒരു ഫീലിങ്സ് മാറുമ്പോൾ ആ പാറ്റേൺ മാറുന്നു, നിങ്ങളുടെ ജീവിതവും മാറുന്നു. അതുകൊണ്ട് പോസിറ്റീവ് എനർജി നിലനിർത്തുന്നത് വളരെ പ്രധാനമായ ഒന്നാണ്. നമ്മൾ എന്തായിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് നമ്മൾ ഇപ്പോൾ തന്നെ ആണെന്ന് വിശ്വസിക്കുക. അത് നമ്മൾ ഇപ്പോൾ അല്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമുക്കത് കാണാൻ കഴിയാത്തത്. പുറത്ത് നമ്മൾ എന്താണോ അന്വേഷിക്കുന്നത് അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ അല്ലാത്തിടത്തോളം കാലം നമുക്ക് ലഭിക്കില്ല. നമ്മുടെ ഏറ്റവും വലിയ നേട്ടം നമ്മളെ തന്നെ നിയന്ത്രിക്കുക എന്നതാണ്. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുക. പൂർണ്ണമായ സെൽഫ് കൺട്രോൾ നേടുന്നത് വരെ ഉറക്കവും പ്രാർത്ഥനയും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കും. ഈ 2 വഴികളിലൂടെയും നിങ്ങളുടെ സബ് കോൺഷ്യസിലേക്ക് നിങ്ങൾക്ക് നല്ല ഐഡിയാസ് അയക്കാം. നമ്മൾ സാധാരണയായി കരുതുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. പക്ഷേ നെവിൽ ഗോഡാർഡ് പറയുന്നത് അത് നമ്മുടെ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമാണെന്നാണ്. ദിവസത്തിലെ സംഭവങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ സബ് കോൺഷ്യസ് ഇംപ്രഷൻസ് അനുസരിച്ച് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കണം എന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്ത് മൂഡിലാണോ ഇരിക്കുന്നത് അത് നിങ്ങളുടെ അടുത്ത ദിവസത്തെ കാര്യങ്ങളെ നിർണ്ണയിക്കും. അതുകൊണ്ട് മനഃപൂർവ്വം സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ഉറങ്ങാൻ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസത്തെ എല്ലാ നെഗറ്റീവ് ഫീലിങ്സും സ്ട്രെസ്സും മാറ്റിവെച്ച് നല്ലൊരു മനസ്സോടെ ഉറങ്ങുക. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ പഴയ തെറ്റുകളെക്കുറിച്ചോ ഓർത്ത് ദുഃഖിക്കാൻ നിങ്ങൾ ഒരു നിമിഷം പോലും കളയരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അങ്ങനെയുള്ള നെഗറ്റീവ് ഫീലിങ്സ് നിങ്ങളുടെ സബ് കോൺഷ്യസിൽ വീണ്ടും തെറ്റായ ഇംപ്രഷനുകൾ ഉണ്ടാക്കും. പഴയതൊക്കെ അവിടെ വിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമായെന്ന് ഫീൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും. നാളെ നിങ്ങൾക്ക് എന്ത് റോളാണ് ലോകത്ത് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എന്ത് ഫീൽ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചതായി ഫീൽ ചെയ്തുകൊണ്ട് ഉറങ്ങിയാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് അതിനെ യാഥാർത്ഥ്യമാക്കാനുള്ള വഴികൾ കണ്ടെത്താൻ തുടങ്ങും. നമ്മുടെ ലോകം മാറണമെങ്കിൽ നമ്മൾ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറ്റണം, അകത്തുള്ളതുപോലെ പുറത്തും. ഇത് ലോകത്തിന് മാത്രമല്ല, ഓരോ വ്യക്തിക്കും ഓരോ രാജ്യത്തിനും ഇത് ബാധകമാണ്. എന്തൊരു പ്രശ്നമാണെങ്കിലും, ആരെയൊക്കെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിലും നിങ്ങൾ മാറ്റേണ്ടത് നിങ്ങളെ തന്നെയാണ്. അതിന് നിങ്ങൾക്ക് വേറൊരു സഹായിയുടെയും ആവശ്യമില്ല, എതിരാളിയുടെയും ആവശ്യമില്ല.
നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായെന്ന് സ്വയം വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അതിൻ്റെ ഫലങ്ങൾ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാ രാത്രിയും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ സംതൃപ്തനാണെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചുവെന്നും ഫീൽ ചെയ്യുക. നിങ്ങളുടെ സബ് കോൺഷ്യസ് നിങ്ങളുടെ വികാരങ്ങളെ യാഥാർത്ഥ്യമാക്കും. സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിലാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതേപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് പുറത്തും എവിടെയും നിങ്ങൾ തേടി പോകേണ്ടതില്ല. നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. നിങ്ങളുടെ ലോകം, അതിലെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിൻ്റെ പ്രതിഫലനം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഫീലിങ്സിൽ മാറ്റം വരുത്തുമ്പോൾ നിങ്ങളുടെ വിധി മാറുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പോസിറ്റീവായി ഫീൽ ചെയ്യുക. നിങ്ങളുടെ വൈബ്രേഷൻ എപ്പോഴും ഉയർത്തിപ്പിടിക്കുക. കർമ്മനിയമം പോലെ നിങ്ങൾ എന്ത് വിതയ്ക്കുന്നുവോ അത് തന്നെ കൊയ്യും. ഇവിടെ നിങ്ങളുടെ ഫീലിങ്സ് ആണ് നിങ്ങൾ വിതയ്ക്കുന്ന വിത്ത്. എപ്പോഴും ബാലൻസ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അമിതമായ ചിന്തകളും നെഗറ്റീവ് ഫീലിങ്സും ഒഴിവാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകാൻ ഈ അറിവ് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനമായി, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നിങ്ങൾ ആകർഷിക്കുന്നതല്ല, മറിച്ച് നിങ്ങൾ എന്താണോ അതിനെയാണ് എപ്പോഴും ആകർഷിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ വികാരങ്ങൾക്കും ചിന്തകൾക്കും നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ കഴിയുമെന്നാണ്, അല്ലേ? നമ്മൾ എന്തായി തീരാൻ ആഗ്രഹിക്കുന്നുവോ അത് ഇതിനകം നമ്മളായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക. ഈ പ്രപഞ്ചത്തിൽ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നാണ് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലേ? നമ്മുടെ ഉള്ളിലെ വിശ്വാസമാണ് ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം മനസ്സിൽ കാണുക. അത് യാഥാർത്ഥ്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. ആ അനുഭവം നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കുക. ഉറക്കത്തിലും പ്രാർത്ഥനയിലും ഈ വികാരങ്ങൾ ഉപബോധ മനസ്സിലേക്ക് എത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറുന്നത് നിങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നെവിൽ ഗോഡാർഡിൻ്റെ ഈ പുസ്തകത്തിലെ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്